മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 5 പെന്നി സ്റ്റോക്കുകളെ കുറിച്ചാണ്. 5 പെന്നി സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കൂടി മനസ്സിലാക്കുക. 5 രൂപയിൽ താഴെയാണ് 5 പെന്നി സ്റ്റോക്കുകളുടെയും വില ഇപ്പോൾ നിൽക്കുന്നത്. അല്പം ക്ഷമയുള്ളവർക്ക് ഈ ഓഹരി നല്ല ഒരു റിട്ടേൺ ഒരുപക്ഷെ ഭാവിയിൽ തന്നേക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക. അതോടൊപ്പം തന്നെ ബജറ്റ്, കോർപ്പറേറ്റ് വരുമാനം തുടങ്ങിയ ആ ഒരു അവസ്ഥാന്തരങ്ങളിൽ ഈ നമ്മുടെ ഷെയർ മാർക്കറ്റ് വലിയ ഒരു ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം പെന്നി സ്റ്റോക്കുകളെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പെന്നി സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളതും നോക്കുക. നിങ്ങൾ സ്വയം താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുത്ത് സ്റ്റോക്ക് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഗോൾഡ് ലൈൻ ഇൻ്റർനാഷണൽ ഫിൻവെസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1995 കമ്പനി സ്ഥാപിതമായിട്ടുള്ളത്. എന്താണ് കമ്പനിയുടെ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റിലും അതേപോലെ തന്നെ അഡ്വൈസ് മേഖലകളിലും വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നിക്ഷേപ കമ്പനിയാണ് ആരംഭിക്കുമ്പോൾ. പക്ഷേ ഇന്നത് വളരെ ഏറെ മുന്നോട്ട് വന്നപ്പം ഫിനാൻഷ്യൽ കൺസൾട്ടൻസി ആയിട്ടാണ് മുൻനിര അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മണി മാർക്കറ്റ് പ്രവർത്തനങ്ങളുമുണ്ട്. ട്രഷറി മാനേജ്മെൻറ്റും കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയിലും അതോടൊപ്പം തന്നെ വിദേശത്തും നിക്ഷേപ ഉപദേശങ്ങൾ നൽകുന്നതിന് മുൻനിരയിൽ നിൽക്കുന്ന ട്രസ്റ്റുകളുടെ അഡ്മിനിസ്ട്രേറ്ററായും ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. ഗോൾഡ് ലൈൻ ഇൻ്റർനാഷണൽ ഫിൻവെസ്റ്റ്. ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് 70 പൈസയാണ്. 70 പൈസ എന്ന് പറയുമ്പം അത്യാവശ്യം തിരക്കേടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ടിൻ്റെ ഒരു സ്റ്റോക്കുകൾ കണ്ട് ശീലിച്ചവരാണ്. അതിൽ 70 പൈസ മുടക്കുന്ന ആളുകൾക്ക് ക്ഷമ നിർബന്ധമാണ്. ക്ഷമയില്ല ഈ ഒരു പരിപാടിക്ക് പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. എവിടെയെങ്കിലും ഡെഡായി കിടക്കുന്ന ഒരു ക്യാഷ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, അത്തരം ക്യാഷുകളൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഏതായാലും പോയ ക്യാഷല്ല എന്നുള്ള നിലക്കാകുമ്പോൾ ചിലപ്പോൾ നല്ലൊരു ശതമാനം റിട്ടേൺ കിട്ടുന്നതും ഉണ്ട്. അങ്ങനെയുള്ള ചരിത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്നത് പോലെ 70 പൈസയാണ് ലോ ലെവൽ, 75 പൈസയാണ് ഹൈ ലെവൽ വൺ ഡേ. അതുപോലെ 52 വീക്ക് ലോ വന്നിട്ടുള്ളത് 46 പൈസയും 52 വീക്ക് ഹൈ പോയിട്ടുള്ളത് ₹1.28 ഒരു നല്ല രീതിക്കൊരു ക്വാണ്ടിറ്റി ഉള്ള ആളുകൾക്ക് ഈ ഒരു ഡിഫറൻസിന് നല്ല ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ നമുക്കെല്ലാം അറിയാവുന്നതാണ്. പിന്നെ നമ്മളൊരു മാർക്കറ്റിൽ നോക്കുന്ന ഫണ്ടമെൻ്റലാണ്. ആ ഒരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽ സൈഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 36 crore പെന്നി സ്റ്റോക്കാണെന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുമാണ്. PE റേഷ്യോ TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 0 ആണ്. PB റേഷ്യോ ആണെങ്കിൽ 0.68 കാണിക്കുന്നുണ്ട്. ഇൻഡസ്ട്രി PE റേഷ്യോ കാണിക്കുന്നത് 26.88 ആണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.01 ആണ്. ROE 0.22%. EPS TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 0 ആണ് കാണിക്കുന്നത്. ഡിവിഡൻഡ് ഈൽഡ് 0 ആണ്. ബുക്ക് വാല്യൂ വരുന്നത് 1.03 ഫേസ് വാല്യൂ ₹1 ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ നമ്മൾ അറിയാം 70 പൈസക്ക് എങ്ങനെ എന്താക്കും എന്നുള്ളതൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആ രീതിക്ക് ധൈര്യമുള്ള ആളുകൾ മാത്രം നിൽക്കുക. ഇനി ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ ആണ് നമ്മൾ മെയിനായിട്ട് ആദ്യം നോക്കുന്നത്. ഇയർ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ 2018, 19, 20, 21, 22 5 വർഷത്തെ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ ബേസ് ചെയ്തിട്ട് കമ്പനിക്ക് 2019 ഒരു 1.63 crore റവന്യൂ ആയിട്ട് കാണിക്കുന്നത്. 2019 0.95 crore, 2020 1.25 crore കാണിക്കുന്നുണ്ട് റവന്യൂ ആയിട്ട്. 2021 0.73 2022 1.32 crore കാണിക്കുന്നത്. ഇതാകെ അത്രയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ രീതിക്കുള്ള ഒരു പെർഫോമൻസ് നമ്മൾ ഈ കാഴ്ചയിൽ കാണേണ്ടതുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത ഒന്ന് നോക്കാനുള്ളത് നമ്മൾ സാധാരണ പറയാനുള്ളത് പോലെ കമ്പനിയുടെ പ്രോഫിറ്റാണ്. പ്രോഫിറ്റിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഹൈ ജമ്പിങ് ഒക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും. 2018 0.0 crore, 2019 0.03 crore, 2020 0.02 crore, 2021 0.05 crore, 2022
0.18 ക്രോറുമാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുന്നത്. ചാർട്ട് കാണുമ്പോൾ തന്നെ മെഗാ ജമ്പിങ് ഈ കമ്പനിക്ക് ഈ ഒരു കാര്യത്തിൽ 2022 നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നെറ്റ്വർത്തിൻ്റെ കാര്യം നോക്കാം. നെറ്റ്വർത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും ഏറെക്കുറെ ഈക്വലൻ്റായിട്ട് പോകുന്ന ഒരു രസകരമായിട്ടുള്ളൊരു ചാർട്ടാണ് നമ്മൾ കാണുന്നത്. 2018 53.07 2019 53.10 ക്രോറും 2020 53.12 ക്രോറും 2021 53.17 ക്രോറും 2022 53.35 ക്രോറുമാണ് കമ്പനിയുടെ നെറ്റ് വർത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 5 വർഷത്തിൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ 53 താഴോട്ട് പോയത് കാണുന്നില്ല. അത് വേറൊരു ലെവലാണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ് ഈ കമ്പനി ആരൊക്കെയാണ് സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. ഇതിൽ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. 2024 കണക്കെടുക്കുമ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലാണ് 93.64% ഈ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാകട്ടെ 6.36% മാത്രമാണുള്ളത്. അപ്പം ആദ്യം പറഞ്ഞത് ഓർക്കുക, നല്ല ധൈര്യമുള്ള ആളുകൾക്ക് ബിഗ് ക്വാണ്ടിറ്റി വാങ്ങിച്ചു വെച്ചാൽ ഒരു പക്ഷേ അത് നല്ലൊരു ശതമാനം ഒരുപക്ഷെ ലക്ഷപ്രഭുവോ അല്ല കോടീശ്വരനോ ഒക്കെ ആക്കിയേക്കാം. പക്ഷേ നമുക്കത് അങ്ങനെ തന്നെ കണ്ടിട്ട് വലിയൊരു എമൗണ്ട് നിക്ഷേപിക്കാൻ ഞാൻ പറയില്ല. കാരണം നമുക്കറിയാം എങ്ങനെയാണ് പെന്നി സ്റ്റോക്കിൻ്റെ അവസ്ഥ. ഒരുപക്ഷെ മൊത്തം പോവും, അല്ല എങ്കിൽ കൊല്ലങ്ങൾക്ക് ശേഷം നല്ലൊരു മൊമെൻറ്റം കാണുകയും ചെയ്യും. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ട് 50 രൂപയ്ക്ക് 250, 300 ആയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഇവിടെ പറയാനുള്ളത്. ഇതുപോലെ 4 കമ്പനികളെ കൂടിയുണ്ട്. ആ കമ്പനികൾക്ക് ഇങ്ങനെയുള്ള പ്രൈസുള്ള 4 രൂപ 55 പൈസ ഉള്ളതുണ്ട്. അതേപോലെ തന്നെ ഓരോന്നിൻ്റെ ഒരു പ്രൈസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് വ്യത്യാസം വരുന്നുണ്ട്. 1 രൂപ 95 പൈസ ഉള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അത് ആർക്കും ബോറടിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 രൂപ 14 പൈസ ഉള്ളുണ്ട്, 3 രൂപ 9 പൈസ ഉള്ളുണ്ട്. ഇതൊക്കെ ഒന്ന് വെവ്വേറെ വീഡിയോസ് നമുക്ക് ചെയ്യാം, കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ആകെ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലൊരു സാധ്യതയാണ്. താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നമ്മളിനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ, ആഴ്ചകളിൽ മെഗാ ഇവൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്രീ നന്നായി വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഒന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഇവൻറ്റിൽ പങ്കെടുക്കാം. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ ഇതിൽ കാണുന്ന ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് മീൻസ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, താല്പര്യമുണ്ട് എന്നുണ്ട്. നമുക്കൊരു മിനിമം ക്വാണ്ടിറ്റി വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും ഷോ ചെയ്യിപ്പിച്ച് നിങ്ങളെക്കൊണ്ട് പഠിപ്പിച്ചിട്ട് വിടാൻ പറ്റുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യാം. നിങ്ങളെ കഴിവ് പോലിരിക്കും കാര്യങ്ങൾ. ഓക്കെ, നമുക്കടുത്ത വീഡിയോയിൽ കാണാം മറ്റൊരു പെന്നി സ്റ്റോക്കിൻ്റെ വിശദീകരണമായിട്ട്. ഗുഡ് ബൈ.